നമുക്ക് സാറ് ഈ ബാലമുരളികൃഷ്ണ സാറിലേക്ക് എങ്ങനെയാ വരണത്? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അതിപ്പോ നേരത്തെ പറഞ്ഞാൽ ഇവിടുന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു ആളായിരുന്നു ബാലമുരളികൃഷ്ണൻ. അപ്പോൾ വെച്ചൂർ സാർ മരിച്ചതിന് ശേഷം ട്രിവാൻഡ്രത്ത് നിന്ന് വിടണം, അടുത്ത എന്താ പ്ലാൻ എന്നറിയില്ല. ഇവിടുന്ന് മാറി നിൽക്കണം എന്ന് മാത്രം പ്ലാൻ ചെയ്ത് മദ്രാസിൽ പറഞ്ഞു. മദ്രാസാണ് കർണാട്ടിക് മ്യൂസിക്കിന്റെ സെന്റർ എന്ന് പറയപ്പെടുന്ന സ്ഥലം. അപ്പോൾ ബാലമുരളികൃഷ്ണൻ സാറ് എല്ലാവരിൽ നിന്നും വ്യത്യാസം, അദ്ദേഹം ഒരു പാട്ടുകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു കമ്പോസർ കൂടെ. അപ്പൊ നമ്മള് വളരെ നന്നായിട്ട് പാടുന്ന ഒരാള് ത്യാഗരാജ കൃതി പാടും, ദീക്ഷിതർ കൃതി പാടും, സ്വാതിത്രിനാഥ കൃതി പാടും. ആ ത്യാഗരാജ, ദീക്ഷിതർ, സ്വാതിത്രിനാഥ്, ശ്യാമശാസ്ത്രി എല്ലാവരും ഒരേ സമയത്ത് താമസിച്ച ഒരു 250 വർഷം മുമ്പ്. അപ്പോൾ പിന്നെ പട്ന സുബ്രഹ്മണ്യർ, മുത്തയ്യ ഭാഗവതർ, മൈസൂർ വാസുദേവാചാര്യർ, GN ബാലസുബ്രഹ്മണ്യം, ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് കമ്പോസേഴ്സ്. പക്ഷേ ബാലമുരളികൃഷ്ണൻ വെച്ചാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന, ഞാൻ പറയുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ഒരു കണ്ടംപററി കമ്പോസറാണ്. അപ്പൊ ഞാൻ വിചാരിക്കും, സ്വാതിനാഥ് മഹാരാജാന്റെ അടുത്ത് പോയി ഒരു സ്വാതിനാഥ് കൃതി എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കമ്പോസറുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടൊരു കമ്പോസിഷൻ പഠിക്കുക വെച്ചാൽ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സാറിന്റെ അടുത്ത് ശിഷ്യപ്പെടാൻ യാതൊരു പ്ലാനും ഇല്ല. സാറിന്റെ സമീപനവും ഞാൻ അതുവരെ പഠിച്ചിട്ടുള്ള രീതിയെല്ലാം കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. കർണാറ്റിക് മ്യൂസിക് ആണ്, പക്ഷെ ടോട്ടലി വേറൊരു ശൈലിയാണ്. അപ്പോൾ സാറിന്റെ 1-2 തില്ലാനകളും, ഓംകാരകാരണി എന്നൊരു സോങ്, സിംഹരൂപദേവ, ഇങ്ങനെ 2-3 സോങ്സ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സാറിന്റെ വീട്ടിൽ കയറി ചെല്ലുന്നത്. പക്ഷേ സൂര്യകാന്തി എന്ന് പറഞ്ഞ സാറിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, 120 110 കോമ്പോസിഷൻസ് ഉള്ള ഒരു ബുക്ക്. സാർ ആ ബുക്ക് എനിക്ക് ഗിഫ്റ്റ് അല്ല, സാറ് വിറ്റ് തന്നു. ആക്ച്വലി അത് വിറ്റ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അടുത്ത ദിവസം വന്നു ഈ സോങ് പഠിപ്പിച്ചു, അടുത്ത ദിവസം ഈ സോങ്, അങ്ങനെ 2 ആഴ്ച, 2 മാസം, 2 വർഷം, അങ്ങനെ 18 വർഷം ഞാൻ സാറിന്റെ കൂടെ. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ എനിക്ക് സാറിനെ ഇഷ്ടപ്പെട്ടു, സാറിന് എന്നെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് സപ്പോസ് രാവിലെ 10 മണിക്കാണെങ്കിൽ 10:20 ആകുമ്പോഴത്തേക്ക് ക്ലാസ് കഴിയും. അപ്പൊ ഞാനെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോകുമ്പോൾ സോ വാട്ട് വിൽ യു ഡു നൗ? ഞാൻ വീട്ടിൽ പോയിരിക്കും. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം? ഞാൻ കുറച്ച് വീണ വായിക്കും, കുറച്ച് പുസ്തകം വായിക്കും. അന്ന് ഇന്റർനെറ്റ് ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, വായന, പാട്ട്, ഇത് വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. കെൻ ബി ഹിയർ ഉണ്ട്, ഇല്ല സാറാ, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. പാട്ട് ഇത് ഡിസ്റ്റർബ്, ചിലപ്പോൾ ആരെങ്കിലും വരുമായിരിക്കും, യു കെൻ ബി ഹിയർ. ഞാൻ അവിടെ അങ്ങ് ഇരിക്കും. അപ്പോൾ വേറെ ഗസ്റ്റ് വരുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗസ്റ്റ് സാറിന് സംസാരിക്കും, ഞാൻ അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ചിലർക്ക് അവരൊരു മുറിയിൽ കയറി വരുമ്പോൾ തന്നെ എല്ലാവരുടെയും അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന ചിലരുടെ കഴിവാണ്. എൻ്റെ കഴിവ് നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ സാറും ഞാനും മാത്രമേ കാണുള്ളൂ, പക്ഷേ മൂന്നാമതൊരാൾ വന്നാൽ അവിടെ തന്നെ ഞാൻ ഇരിക്കുകയെങ്കിലും ഒരു 5 മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്നേ അവരങ്ങ് മറന്നു, എന്നെ കാണൂല, ഞാൻ ഇൻവിസിബിൾ ആവും. അപ്പൊ ഞാൻ ഇൻവിസിബിൾ ആയിട്ട് ഞാൻ ഒരു മൂലയിൽ ഇരിക്കും അവിടെ. അപ്പൊ സാറ് ആൾക്കാരുമായിട്ട് ഇപ്പോൾ താങ്കൾ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ജേർണലിസ്റ്റ് വരും, അല്ലെങ്കിൽ ചില ചെറിയ സംഘാടകർ വരും, ചിലർ അവാർഡ് കൊടുക്കാൻ വരും, ചില ശിഷ്യന്മാർ വരും, ഫാൻസ് വരും, ബന്ധുക്കൾ വരും, പല 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 ടൈപ്പ് ആൾക്കാർ. അപ്പൊ അവരുടെ അടുത്തൊക്കെ സാർ എങ്ങനെയാണ് പെരുമാറുന്നത് ഇങ്ങനെ ലൈവായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരു വലിയൊരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളെ സാറിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും 2 ടൈപ്പ് സമീപനമാണ്. സാറിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഇറങ്ങും, വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കും. പക്ഷെ ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ എന്തൊക്കെ ചോദിച്ചാലും ഒരൊറ്റ വാക്കിലങ്ങ് ഉത്തരം പറയും. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ അവർക്ക് തോന്നൂല. അങ്ങനെ അങ്ങ് അപമര്യാദയായിട്ടല്ല പെരുമാറുന്നത്. പക്ഷേ ഇപ്പൊ ഹാവ് യു ട്രൈഡ് ഇങ്ങനെ, യു തിങ്ക് ഹിന്ദുസ്ഥാനി മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക് ആർ സെയിം? യെസ്, അല്ലെങ്കിൽ നോ. ഒരൊറ്റ നോ ഒന്ന് ശരി, നമുക്കിനി വീട്ടിൽ പോകാൻ തോന്നുന്നു, ഒന്നും പറയാൻ തോന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ആയിരുന്നു. ഈ ഒരേ ആള് എങ്ങനെയാ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്, വളരെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ സാറിന്റെ കോമ്പോസിഷൻസ് മാത്രമല്ല, സാറ് ഒരുപാട് സംഗീതം കൊടുത്തിട്ടുണ്ട്. ലിറിക്സ് മാത്രം അവൈലബിൾ ആയ ഭയങ്കര ബ്യൂട്ടിഫുൾ. എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറയും ഇങ്ങനെ, ഇയാൾ നന്നായിട്ട് മലയാളം പറയും, പക്ഷെ ഈ ഭയങ്കരം എന്ന് പറയരുത്. ഇപ്പൊ തെലുഗു, സംസ്കൃതം, അതിലൊക്കെ ഭയങ്കരം എന്ന് വെച്ചാൽ ഒരു പേടി ആവുന്ന കാര്യം. ഞാനൊക്കെ സൂപ്പർലേറ്റീവ് ആയിട്ട് ഒരു പായസം കുടിച്ചാൽ ഇത് കൊള്ളാൻ കുഴപ്പമില്ല, ഒന്നും ഭയങ്കരമായിട്ട്, ഭയങ്കരം എന്ന് പറയുമ്പോൾ വളരെ നല്ലതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഭയങ്കരം എന്നുള്ള പ്രയോഗം അവോയ്ഡ് ചെയ്യണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുമോ, ഭയങ്കരം എന്ന് പറയാൻ പാടില്ല. പക്ഷെ വളരെ അർത്ഥവത്തായ ലിറിക്സ്. പുരന്ദര സംഗീത പിതാമഹ എന്ന് പറയപ്പെടുന്ന പുരന്ദരദാസൻ കഴിഞ്ഞ് എന്തും ഉള്ളൂ എന്ന് പറയാം. അത്രയ്ക്ക്
പുരന്ദരദാസന്റെ 600 വർഷം മുമ്പാണ് അദ്ദേഹം ഇരുന്നത്. 600 വർഷം മുമ്പ് അദ്ദേഹം എഴുതി വെച്ച ലിറിക്സ് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചും പറയുന്നതാണെന്ന് തോന്നുന്നു. മനുഷ്യ ബേസിക് ഹ്യൂമൻ നേച്ചർ മാറുകയില്ല, സെയിം ആണ്. അത്രയ്ക്കും യൂണിവേഴ്സൽ കാര്യങ്ങളാണ് പുരന്ദരദാസൻ. പിന്നെ പദകവിത പിതാമഹ താലപ്പാക്ക അന്നമാചാര്യ അവർ ഒരേ സമയത്ത് ജീവിച്ചവരാണ് 600 വർഷം മുമ്പ്. അപ്പോൾ പുരന്ദരദാസൻ, അന്നമാചാര്യ, ഭദ്രാചല രാമദാസ്, സദാശിവ ബ്രഹ്മേന്ദ്ര, കൈവാര അമരനാരായണ, നാരായണ തീർത്ഥൻ, ഇങ്ങനെ വരിശയായിട്ട് 10, 20, 30 ആൾക്കാരുടെ ലിറിക്സിന് ബാലമുരളികൃഷ്ണ സാറ് സംഗീതം കൊടുത്തു. അത് വലിയൊരു ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ബാലമുരളികൃഷ്ണയുടെ സ്വന്തം കോമ്പോസിഷൻസ് അല്ലാതെ അദ്ദേഹം ഈണം കൊടുത്ത് അത് മാത്രം ആയിരക്കണക്കിന്. ഇങ്ങനെ പഠിക്കുക, സാറിന്റെ കൃതികൾ പഠിക്കുക, സാറ് ട്യൂൺ ചെയ്ത കന്നഡ, തെലുങ്ക്, സാൻസ്ക്രിറ്റ്, ജയദേവന്റെ അഷ്ടപതികൾ, ഇതെല്ലാം സാറ് ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരു യൂണിവേഴ്സിറ്റി പോലെയാണ്. ബാലമുരളികൃഷ്ണ എന്ന ഒരാളെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ യൂണിവേഴ്സിറ്റി അങ്ങ് അടച്ചു പൂട്ടുന്ന അത്രയും ജീവിത. സാറിന്റെ സംഗീത സപര്യ 6 വയസ്സിലെ കച്ചേരി പാടാൻ. ഞാൻ സാറിനെ കാണുമ്പോൾ 67, 68 വയസ്സ്. അപ്പൊ 67 ഞാൻ സാറിനെ കാണുമ്പോൾ ഓൾറെഡി 60 വർഷം പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ കാണും. അത്രയും റിച്ച്നെസ് ഓഫ് എക്സ്പീരിയൻസ് വലിയൊരു കാര്യമായിരുന്നു. അത് അവൈലബിളും ആയിരുന്നു സാറ്. എല്ലാവരും ഫേമസ് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ സാറ് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പോകുമ്പോൾ ഞാൻ ഇറങ്ങുമ്പോഴേ സാറ് ഇരിക്കും. സാറ് ഫസ്റ്റ് ഫ്ലോറിലും സാറിന്റെ ഭാര്യ ഗ്രൗണ്ട് ഫ്ലോറിലുമായിരുന്നു. അന്ന് മൊബൈലില്ല, ലാൻഡ് ലൈനാണ്. അപ്പൊ ചിലപ്പോൾ ഞാൻ ക്ലാസ്സിന് വരുന്നത് ഈ ഭാര്യയെ കാണും. അപ്പൊ ലാൻഡ് ലൈനിൽ വിളിക്കും. എന്നിട്ട് സാറിങ്ങനെ തെലുഗുല സംസാരിച്ചിട്ട് മൈ വൈഫ് വാണ്ട്സ് ടു നോ യു വിൽ ഈറ്റ് വിത്ത് us today, so then she will make something special. അവർക്ക് ഈ ആന്ധ്ര പപ്പു, പുലുസു, അവക്ക, ഗോങ്കുര അതൊക്കെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ചോറ് സാമ്പാറുമാണ് കൂടുതൽ ഇഷ്ടം ഇപ്പോഴും. അത് അപ്പൊ ഞാൻ ഊണുണ്ടെന്ന് പറഞ്ഞാൽ ഈ സാമ്പാർ അല്ലെങ്കിൽ സാമ്പാർ ടൈപ്പ് സംതിങ് ഭാര്യയ്ക്ക് എന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ എനിക്ക് വേണ്ടി അതും കൂടെ. അപ്പൊ അതിനാണ് വിളിക്കുന്നത്. ഒരു 11 ആകുമ്പോൾ വിളിക്കും, ഇന്ന് രാമവർമ്മ ഊണ് കാണുമ്പോൾ. അപ്പൊ അത്രയും ഒരു എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ സാറിന്റെ ഡിസ്റ്റർബ് ചെയ്യല്ല, ഞാൻ അവിടെ ഉള്ളത് എന്റെ സാന്നിധ്യം സാറിനും ശരിക്കും ഇഷ്ടമാണ്. അത് വലിയൊരു ഭാഗ്യമായിരുന്നു. അങ്ങനെ പല കലാകാരന്മാർക്കും അവർക്ക് സോളിറ്ററി. ഞാനൊക്കെ കുറച്ച് അങ്ങനെയാണ്. ഞാൻ വലിയ കലാകാരനായിരിക്കില്ല, പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ വളരെ ഹാപ്പിയാണ്. സാറിന് എപ്പോഴും കുറെ ആൾക്കാർ ഉള്ളത്, ഇപ്പോൾ ഒരാൾ ഉണ്ടെങ്കിൽ ഹാപ്പി, 10 പേരുണ്ടെങ്കിൽ അതിനെക്കാട്ടിൽ ഹാപ്പി. അങ്ങനെ വളരെ ഗ്രഗേറിയസ് ക്യാരക്ടർ.